ഈ നാട്ടിലെ എല്ലാ പൂരങ്ങളും അതിൻ്റെ ആചാരവും അനുഷ്ഠാനവും വിശ്വാസവും അനുസരിച്ച് നടക്കണം, നടത്തിപ്പിക്കണം. അതിനുള്ള തടസ്സങ്ങളെല്ലാം നമുക്ക് മാറ്റാനായിട്ട് കഴിയണം. തൃശ്ശൂർ പൂരം ഇല്ലെങ്കിൽ തൃശ്ശൂർ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട പിതാവ് സൂചിപ്പിച്ചു കഴിഞ്ഞു. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ആചാരവും അനുഷ്ഠാനവും വിശ്വാസവും സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംഘടിപ്പിക്കപ്പെടുന്നത്. തൃശ്ശൂർ പൂരം തകർക്കാൻ കുറെ കാലങ്ങളായി പല ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ ശ്രമവും ഓരോ സമയത്ത് പരാജയപ്പെടും, വീണ്ടും അടുത്ത പ്രാവശ്യം അടുത്തതായിട്ട് വരും. അങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കോടതി വന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം വക്കീലെന്ന നിലയിൽ, ഇപ്പം ജയശങ്കർ ഇവിടെ ഉണ്ട്, വക്കീലെന്ന നിലയിൽ പറയുകയാണ്, നാട്ടുകാരോടൊക്കെ ജനാധിപത്യം നടപ്പാക്കണമെന്ന് പറയുന്നതാണ് ഹൈക്കോടതികൾ. പക്ഷെ ആ ഹൈക്കോടതിയിൽ ജനാധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് വളരെ കൃത്യമായി ഒരു വക്കീലെന്നാൽ വളരെ കൃത്യമായിട്ട് പറയാം. അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്, ജഡ്ജിമാരെ തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് വളരെ കൃത്യമാണ്. ഒരു ജനാധിപത്യവും ഇല്ല. അപ്പം അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളുടെയും അതുപോലെ എല്ലാ ആചാരങ്ങളുടെയും ഉത്സവങ്ങളിൽ അത് ഏത് മതവിഭാഗത്തിൻ്റെ ആണെങ്കിലും ശരി, അത് അവർ നോക്കിക്കോളും. ഹൈക്കോടതി അത് നോക്കണ്ട എന്നാണ് എല്ലാവർക്കും പറയാൻ. അവർ നോക്കിക്കോളും. എത്ര കാലമായി ശക്തൻ തമ്പുരാൻ തീരുമാനിച്ച് നടപ്പാക്കിയ പൂരം ഹൈക്കോടതി ജഡ്ജിമാർ തീരുമാനിച്ച് നടപ്പാക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഒരു വിഷമവും ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. ശക്തൻ തമ്പുരാൻ തീരുമാനിച്ചതാണ്. അതനുസരിച്ച് എത്രയോ കാലങ്ങളായി നടക്കുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോ ആനയുടെ അകലം പറയുന്നു, കുറെ കഴിഞ്ഞാൽ പറയും ആനയുടെ മുകളിൽ എന്തിനാണ് നിങ്ങൾ ഈ കുട കൊണ്ടുപോകുന്നത്, ആനയുടെ മുകളിൽ കുട അത് വേണ്ടെന്ന് പറഞ്ഞാൽ കുടമാറ്റമില്ലാണ്ടാവും. അപ്പൊ അതൊന്നും വാസ്തവത്തിൽ കോടതികളല്ല തീരുമാനിക്കേണ്ടത്. എന്തായാലും സുനിൽ പറഞ്ഞതിനെ ഞാൻ 100% അംഗീകരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചാൽ ഈ ആനയുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു പ്രശ്നവുമില്ല. അത് വളരെ കൃത്യമായിട്ട് ഒരു നിയമം ഒന്ന് മാറ്റി പറഞ്ഞാൽ മതി. പക്ഷെ അത് ഒന്നും കൂടി പറഞ്ഞു. അത് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ തൃശ്ശൂർ പൂരത്തിനോ മറ്റേതെങ്കിലും പൂരത്തിനോ കേന്ദ്ര ഗവൺമെന്റുമായി വരുന്ന ഒരു നിയമവും തടസ്സമാകില്ല എന്ന് അസന്നിഗ്ധമായി പറയണം. ഏതെങ്കിലും നിയമം തടസ്സമാണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നിയമം തടസ്സമുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ നാട്ടിലെ പൂരങ്ങളുടെ കാര്യങ്ങളിൽ അത് മാറ്റിയെടുക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ട്, നമ്മൾക്കുണ്ട്. നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടി അത് മാറ്റിയെടുക്കും. ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു തടസ്സവും ഉണ്ടാവില്ല.